എർട്ടിഗ 2019 മോഡലാണ്. ഫസ്റ്റ് ഓണർഷിപ്പാണ്. 1,02,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഫ്രോൺസ് 2023 ഡിസംബർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 8,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 2010 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. വണ്ടി 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2012 ഒമിനിയാണ്. തേർഡ് ഓണർഷിപ്പാണ് വണ്ടി വരുമ്പം. 52,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത് നിലവിൽ. ടയേഴ്സ് മാറി, പക്ഷേ അത് വീണ്ടും ഓടിയിട്ടുണ്ട് അത്യാവശ്യം. 2012 മോഡൽ സ്വിഫ്റ്റ് VXC ആണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 49,500 കിലോമീറ്റർ ഒരു ഓടിയിട്ടുള്ളൂ വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതേ ട്രൂ വാലിയിലാണ് കേട്ടോ. അതായത് ഇൻഡസിൻ്റെ ട്രൂ വാലിയിൽ വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ വെമ്പാലവട്ടം എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും നമ്മൾ വന്ന് അഖില മേഡമായിട്ട് നിന്ന് വീഡിയോ എടുക്കുന്നതാണ്. ഇത്തവണ അഖില മേഡം ഇല്ല, വേറെ സ്റ്റാഫാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു 45,000 രൂപ മുതലൊക്കെ നോക്കുന്ന 800 തൊട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ഇത് 2005 മോഡൽ സെന്നാണ്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണറാണ് വണ്ടി. എത്ര ഓടിയിട്ടുണ്ട്? 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർഷിപ്പാണ്. ഈ 1,10,000 ഉള്ളത് ജെന്യൂൻ കിലോമീറ്ററാണ്. 2005 മോഡലാണ്. 2027 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ വണ്ടി നിലവിൽ. ഓക്കെ. വണ്ടിക്കകമൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ കിടക്കാം. ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞോളൂ അല്ലേ? അല്ലല്ല, ഇനി 27 ടെസ്റ്റ് വരുന്നത്. ഇനി വരുന്നത്. ഓക്കെ. ബാക്ക് സൈഡ് നോക്കിയാൽ ടയേഴ്സ് മോശമാണ്. ടയേഴ്സ് മാറേണ്ടിയിരിക്കുന്നു. അല്ലാതെ ബോഡി നോക്കിയാൽ വേറെ റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. ബോഡിന് വേണ്ടി വൃത്തികളൊന്നും കാണുന്നില്ല. എത്ര ചോദിക്കുന്നത്? ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്കൊരു 70,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും. 70. നാനോ 2014 മോഡൽ സിംഗിൾ ഓണർഷിപ്പാണ്. 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ജെന്യൂൻ അല്ലേ? ജെന്യൂൻ കിലോമീറ്ററാണ്. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ഏത് വർഷമായിരുന്നു? 2014 മോഡലാണ്. 14. സിംഗിൾ ഓണറാണ്. 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വൃത്തിയായിട്ട് വണ്ടിക്ക് ഇരിപ്പുണ്ട്. സീറ്റ് കവേഴ്സൊക്കെ ആണെങ്കിലൊക്കെ അതെല്ലാം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. കീറൽ അങ്ങനെയുള്ളതൊന്നുമില്ല. അതേപോലെ ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ ആ ഒരു വൃത്തിയുണ്ട്. വണ്ടി കാണാനൊക്കെ കൊള്ളാം. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? പവർ സ്റ്റിയറിംഗ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ബാക്ക് സൈഡ് നോക്കിയാൽ ആവറേജ് ടയർ. എത്ര ചോദിക്കുന്നത്? 75 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും. 75. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. ഇത് 2014 മോഡൽ കേട്ടൺ LXC ആണ്. ബേസ് മോഡൽ കേട്ടനാണ്. സിംഗിൾ ഓണറാണ്. 41,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ടയറാണ്. അത് മാറേണ്ട ടയറായിട്ടുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ നല്ലൊരു സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. കവറൊന്നും കീറിയൊന്നും ഇരിക്കുകയല്ല, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ അല്ലേ? വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. അതുപോലെ കളർ ഫെയ്ഡ് അങ്ങനെയുള്ളതൊന്നും വന്നിട്ടില്ല. എത്ര ചോദിക്കുന്നത്? ഇതൊക്കെ ആകുമ്പോൾ 2,35 ലാസ്റ്റ് പ്രൈസ് വരും. 2,35. എൻ്റെ ബാക്ക് ടയറൊക്കെ മുട്ടയാണ്. ഈ ടയറൊക്കെ മാറണം. ഈ ടയേഴ്സ് മാറി കൊടുക്കുമോ? ടയറ് നോക്കാം, മാനേജറായിട്ട് സംസാരിച്ചിട്ട് വിലയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാമല്ലേ? ഓരോ വണ്ടി കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. ആക്സിഡൻറ്റ് കേസോ അങ്ങനെയുള്ളതൊന്നുമില്ല. 2005 മോഡൽ മാരുതി 800 സ്റ്റാൻഡേർഡാണ്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ 1,00,000 കഴിഞ്ഞ് കാണൂല്ലേ ഇത്രയും പഴയ വണ്ടിയാകുമ്പം? എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് 1,00,000 ആയാലേ വീണ്ടും കിടന്ന് തിരിയല്ലേ ഉള്ളൂ. അപ്പോൾ അത് കിലോമീറ്റർ ജെന്യൂൻ ആയിരിക്കുമോ? ജെന്യൂൻ ആയിരിക്കും. നമ്മൾ ഇൻസ്പെക്ഷൻ ഫുൾ ചെക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇവാലുവേറ്റേഴ്സിന് ചെക്ക് ചെയ്യണം. രണ്ടാമത് 1,00,000 മാറിയതാണോ. വണ്ടിയുടെ ഫ്ലോർ നോക്കിയാലും വൃത്തിയായിട്ടായിരിക്കുന്നത് കേട്ടോ. ഫ്ലോറിൽ വലിയ തുരുമ്പ് ഒന്നും കാണുന്നില്ല. ഒക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഈ സൈഡൊക്കെ നോക്കിയാലും ഒക്കെ വണ്ടി കാണാൻ കൊള്ളാം. അതേപോലെ ഡോർ പാഡ് നോക്കിയാലും അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. തുരുമ്പ് അങ്ങനെയുള്ളതൊന്നുമില്ല. ആ രീതിയിൽ വണ്ടി വൃത്തിയാണ്. കളർ ഫെയ്ഡ് വന്നിട്ടില്ല. കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ബാക്ക് സൈഡിലൊക്കെ നല്ല സീറ്റ് കവേഴ്സൊക്കെയാണ് ചെയ്തേക്കുന്നത്. ടയർ നോക്കിയാലും ആവറേജ് ടയർ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ലാസ്റ്റ് നമുക്കൊരു 45 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും. 45,000. ഓക്കെ. ഈ സൈഡ് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ടയർ തന്നെയാണ്. ഇത് ഓൾട്ടോ 800 LXC ആണ്. 2015 മോഡലാണ്. സെക്കൻഡ് ഓണറാണ് വണ്ടി വരുമ്പോൾ.
68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർ മോശമാണ്. വണ്ടിക്കകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീരിയോ ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, അത്യാവശ്യം നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് അടിച്ചിട്ടിട്ടുണ്ട്. ആ രീതിയിൽ വണ്ടി കാണാൻ കൊള്ളാം. എത്ര ചോദിക്കുന്നത്? ഇതൊക്കെ നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും. 2 ലക്ഷം. ഏത് വർഷം? 15 മോഡലാണ്. 15 മോഡലാണ്. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. ടയേഴ്സ് അത്യാവശ്യം ബാക്ക് സൈഡ് ടയർ അത്യാവശ്യം കിടപ്പുണ്ട്, ഫ്രണ്ട് കുറവായിരുന്നു. ഓവറോൾ വണ്ടി കാണാനും കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 2012 ഒമിനിയാണ്. 3rd ഓണർഷിപ്പാണ് വണ്ടി വരുമ്പം. 52,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത് നിലവിൽ. ടയേഴ്സ് മാറി, പക്ഷേ അത് വീണ്ടും ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ റീപെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AC ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് വരാത്ത ടൈപ്പാണ്, സ്റ്റാൻഡേർഡാണ്. സ്റ്റാൻഡേർഡ് മോഡൽ. സീറ്റ് കവേഴ്സൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്ലോർ നോക്കുകയാണെങ്കിലും നോക്കട്ടെ, ഫ്ലോറൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇട്ട് പോകുന്നുണ്ട്. തുരുമ്പൊന്നും കാണുന്നില്ല. ഈ സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അതേപോലെ ഡോർ പാഡ് നോക്കിയാൽ കംപ്ലയിൻസ് ഒന്നുമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. തെറ്റൊന്നും പറയാനില്ല. ടയേഴ്സ് കുറവാണ്. ബാക്ക് സൈഡ് നോക്കിയാൽ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. ബാക്കൊക്കെ സീറ്റ് വൃത്തിയായിട്ടിരിക്കുകയാണ്. ആ മൂല ഭാഗമൊക്കെ കുറച്ച് പെയിൻ്റൊക്കെ പോയി വർക്ക് എടുക്കാണ്ട്, അല്ലാതെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇതൊക്കെ നമുക്ക് ഒരു 1.5 റേഞ്ച് ലാസ്റ്റ് പ്രൈസ് വരും. 1.5? 1.50 റേഞ്ച് ലാസ്റ്റ് പ്രൈസ് വരും. ടോപ്പൊക്കെ വർക്ക് ചെയ്തിട്ടേക്കും അല്ലേ? ഒരു തരം പച്ചയും നീലയും അല്ലാത്തൊരു കളറാണ്. കളർ ഫെയ്ഡൊന്നും വന്നിട്ടില്ല. ആ രീതിയിലെല്ലാം വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് ടയർ ആവറേജ് ടയറാണ്. 2012 മോഡൽ സ്വിഫ്റ്റ് VX ആണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 49,500 കിലോമീറ്റർ ഒരു ഓടിയിട്ടുള്ളൂ വണ്ടി. ടയറൊക്കെ അത്യാവശ്യം കൊള്ളാം, നല്ല ടയറുണ്ട്. റീപ്ലേസ് റീപ്ലേസോ ആക്സിഡൻറ്റോ ഒന്നുമില്ല. വണ്ടി നീറ്റ് വണ്ടിയാണ്. സ്വിഫ്റ്റ് VX ആണ്. 2012 മോഡലാണ്. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്ന മോഡലാണ്. ഡോർസൊക്കെ ആണെങ്കിൽ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പഴം പോലത്തെ ഡോറുകളല്ല. ഓവറോൾ വണ്ടി ബാക്ക് സൈഡൊക്കെ കൊള്ളാം. ടയേഴ്സ് ആവറേജ് കൂടുതൽ ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. എത്ര ചോദ്യം? ഇതൊക്കെ ഒരു 3.35 റേഞ്ച് ലാസ്റ്റ് പ്രൈസ് വരും. 3.35. ഓക്കെ. 2013 മോഡൽ വാഗണർ LX ആണ്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുമ്പോൾ. 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർഷിപ്പാണ്. ജെനുവിൻ കിലോമീറ്റർ? ജെനുവിൻ കിലോമീറ്റർ ആണ്. ഓക്കെ. വണ്ടിയുടെ അകം നോക്കുകയാണെങ്കിൽ വാഗണർ LX ആണ്. LXi. ഓക്കെ. 2 ഡോർ പവറിൻ്റെ ആണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വരുന്നില്ല. ഡോർ ഫ്ലോറൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു സ്റ്റീരിയോ ഇരിപ്പുണ്ട്. വണ്ടി ഓവർ കാണാൻ ഒരു വൃത്തിയുണ്ട്, മെനയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ ആ രീതിയിൽ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഫ്ലോറും സീറ്റ് കവേഴ്സും ഒക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അതേപോലെ ഡോർ പാഡ് നോക്കിയാലും ആ വൃത്തി ഉണ്ട്. ഓക്കെ. ബാക്ക് ടയർ ആവറേജ് ടയറേ കിടപ്പുള്ളൂ. കളേഴ്സ് ഫെയ്ഡൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം വൃത്തിയുള്ള കളറിൽ തന്നെയാണ് കിടക്കുന്നത്. കംപ്ലയിൻസ് ആയിട്ട് വേറെ ഒന്നും പറയില്ല. ആക്സിഡൻറ്റ് കേസ് അങ്ങനെ വല്ലതും ഉണ്ടോ? ആക്സിഡൻറ്റ് കേസ് വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 2.90 റേഞ്ചൊക്കെ ലാസ്റ്റ് പ്രൈസ് വരും. ബില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരും. 2016 മോഡൽ i20 ആണ്. മാഗ്നയാണ്. സിംഗിൾ ഓണർഷിപ്പ്. 44,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 44. ഫസ്റ്റ് ടയറാണോ? അല്ല, സെക്കൻഡ് ടയർ മാറിയിട്ടുണ്ട്. ടയർ മാറിയതാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ള എല്ലാം വരുന്നതാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇരിപ്പുണ്ട്. സീറ്റ് കവേഴ്സൊക്കെ അത്യാവശ്യം പോഷ് സീറ്റ് കവറൊക്കെ ചെയ്ത വണ്ടിയാണ്. ഓവറോൾ കാണാൻ കൊള്ളാം. ഫ്ലോർ മാറ്റൊക്കെ അടിച്ച് വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഡീസലോ പെട്രോളാണ്? പെട്രോളാണ്. പെട്രോൾ മാനുവലാണ്. ഇത് മൈലേജ് എങ്ങനെയായിരിക്കും? ഒരു 14-15 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. ഓക്കെ. ബാക്ക് AC വെൻ്റ് വരുന്ന മോഡലാണ്. ബാക്ക് ടയർ മുട്ട ടയറാണ്. ഫ്രണ്ട് ടയർ അപ്പോൾ മാറിയിട്ടുള്ളൂ. മാഗ്നയാണ് വേരിയൻറ്റ്. ആക്സിഡൻറ്റ് കേസ് റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും ഇല്ല. ഓക്കെ. എത്ര ചോദ്യം? എത്രയാണ്? 5 ആണ് ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് വരുന്നത്. 5 ലക്ഷം.
ബെലനോ 2018 മോഡലാണ്. നമുക്കൊരു 6 മന്ത് വാറണ്ടി വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 41,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 41. ഡെൽറ്റ വേരിയന്റ് ആണ് ബെലനോ വരുമ്പോൾ. ഡെൽറ്റ വേരിയന്റ് ആണ്. ഡെൽറ്റ ആക്സസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ടോപ്പ് വേരിയന്റ് അല്ലേ? ടോപ്പ് വേരിയന്റ് അല്ല, ഡെൽറ്റയാണ്. മാനുവലാണ്. വണ്ടിക്കകം കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 550 ലാസ്റ്റ് കൊടുക്കാൻ പറ്റും. 550 ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ് ആണ്. പിന്നെ അതൊരു ബാർഗനിങ് ഇല്ല. കസ്റ്റമർ വെല്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സാറിനോട് സംസാരിച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റോടൊക്കെ വരും. 2018 മോഡൽ സ്വിഫ്റ്റ് VX ആണ്. സെക്കൻഡ് ഓണറാണ്. വണ്ടി വരുമ്പോൾ 12,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ് വരുമ്പോൾ. ഫസ്റ്റ് ടയറാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വണ്ടി. ആക്സിഡന്റ് ആയിട്ട് മാറിയാണോ? ചെറിയ തട്ടെന്തോന്ന് മാറിയതാണ്. മേജറായിട്ടുള്ള ആക്സിഡന്റ് ഒന്നുമില്ല. കമ്പനി തന്നെ സർവീസ് ചെയ്തിട്ടുണ്ട്. എല്ലാം മാറിയിരിക്കുന്ന കമ്പനി നമ്മൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. കമ്പനിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരഞ്ഞോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. വൃത്തിയായിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്ടോ മാറ്റി തന്നെയായിരിക്കും. വിൽക്കുമ്പം കുറച്ചുകൂടി പൈസ കിട്ടാൻ. എത്ര ചോദിക്കുന്നത്? എത്ര? 535 ലാസ്റ്റ് കൊടുക്കാൻ പറ്റും. 535. ടയർസൊക്കെ ആദ്യത്തെ ടയർ. വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം. പക്ഷേ ഫ്രണ്ടും ബാക്കും ബമ്പർ മാറിയിട്ടുണ്ട്. വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. 2023 മോഡല് ബെലനോ ആൽഫയാണ്. ഓട്ടോമാറ്റിക്കാണ്. സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണർഷിപ്പ്. HUD ഡിസ്പ്ലേ പറഞ്ഞ ടൈപ്പാണ്. 360 ക്യാമറ. അതെല്ലാം ഉള്ള വണ്ടിയാണ്. ഫുൾ ഓട്ടോമാറ്റിക്കാണ്. ടോപ്പ് എൻഡ് മോഡലാണ്. 2023 മോഡല് 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 11 വാറണ്ടി വരുന്ന വണ്ടിയാണ്. നല്ല പോഷ് സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പുഷ് സ്റ്റാർട്ട് ബട്ടണൊക്കെ വരുന്നത് എല്ലാ ഓപ്ഷൻസും ഉള്ള വണ്ടിയല്ലേ? എത്ര ചോദിക്കുന്നത്? നമുക്ക് 9 റേഞ്ചൊക്കെ ലാസ്റ്റ് പ്രൈസ് വരും. 9 രൂപ. നല്ലൊരു അലോയ് വീൽസ് ഉണ്ട്. ഫസ്റ്റ് ടയേഴ്സാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഫ്രോൺസ് 2023 ഡിസംബർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 8,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ്. ഫ്രോൺസ് ഒക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ യൂസ്ഡ് വണ്ടിയുടെ ഇതിനകത്ത്. ഇതും ഇതും വന്ന് തുടങ്ങിയെന്നേ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡൽ. ഇത് ടോപ്പ് വേരിയന്റ് അല്ലല്ലോ? ഡെൽറ്റ പ്ലസ് ആണ്. ഓക്കെ. 3 ലെയറാണ് കളേഴ്സൊക്കെ അകത്ത് കൊടുത്തേക്കുന്നത്. സിൽവർ, ബ്രൗണ്, ബ്ലാക്ക് അങ്ങനെ 3 കളേഴ്സിലാണ് വന്നേക്കുന്നത്. ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. നല്ല സീറ്റ് കവേഴ്സ് ആയിട്ടില്ല, പക്ഷെ നല്ല സീറ്റൊക്കെ നല്ല വൃത്തിയുള്ള സീറ്റാണ്. ഡോർ പാഡൊക്കെ ആ രീതിയിൽ തന്നെ. ബാക്ക് സൈഡ് നോക്കിയാലും സീറ്റ് കവർ പൊട്ടിക്കാത്ത വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 875 റേഞ്ചൊക്കെ വരും. ഇറങ്ങിയപ്പോൾ എന്താ വേണം? 10.5 റേഞ്ച് അടുപ്പിച്ചുണ്ട്. ആ റേഞ്ച് വരും. ആക്സിഡന്റ് കേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. അല്ല, 8,000 കിലോമീറ്റർ കൊടുത്തെന്ന് പറഞ്ഞോണ്ടാണ്. റീപ്ലേസ് പെയിന്റിങ് വർക്ക് പോലും ചെയ്തിട്ടില്ല അവർ. ടച്ച് ആൻഡ് പോളിഷ് പോലും ഇല്ല? ഒന്നും ചെയ്തിട്ടില്ല. ഈ മാനുവൽ അല്ലേ? മാനുവലാണ്. ഏട്ടയ്ക്ക് 2019 മോഡലാണ്. ഫസ്റ്റ് ഓണർഷിപ്പാണ്. 1,02,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഡീസലാണോ? പെട്രോളാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കാണ്. ടയേഴ്സൊക്കെ അത്യാവശ്യം കൊള്ളാം. പക്ഷെ 1,00,000 കിലോമീറ്റർ കഴിഞ്ഞു. 1,02,000 കിലോമീറ്റർ. ടാക്സി ഓടിയല്ലാണോ? ഇത് നമ്മൾ ഇൻഡസ്കോര റെന്റ് കാറാണ്. റെന്റ് കാറായിട്ട് ഓടിയതാണ്. ഈ വണ്ടിക്കകമൊക്കെ കുഴപ്പമില്ല. ഫ്ലോറും വലിയ തിരക്കേടില്ല. കോഡോ പവർ വിൻഡിങ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്ന മോഡലാണ്. ബാക്ക് സൈഡ് നോക്കിയാലും അത്യാവശ്യ വൃത്തികൾ എന്ന് പറഞ്ഞാൽ ഫ്ലോറിൽ ശരി. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? 850 ചോദ്യം. 850. 1,00,000 കഴിഞ്ഞില്ലേടേ? അപ്പോൾ എന്തെങ്കിലും വിളിക്കുന്നത് കുറച്ച് പറഞ്ഞൂടെ? സംസാരിച്ച് നോക്കാം. ലാസ്റ്റ് പ്രൈസ്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. 2010 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 55. ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർ. ബാക്ക് സൈഡ് ടയേഴ്സൊക്കെ നല്ല ടയേഴ്സാണ്.
റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതെന്ത് ഇപ്പോൾ വന്നേ ഉള്ളോ? വണ്ടി ഇപ്പോൾ വന്നതേ ഉള്ളൂ. വണ്ടി ഓർഡർ കാണാനായിട്ട് കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരാത്ത ടൈപ്പാണ്. വരാത്ത ടൈപ്പാണ്. AC ഇല്ല. AC ഇല്ല. വണ്ടിക്കകമൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. സീറ്റ് കവേഴ്സൊക്കെ വെച്ചിട്ട് നോക്കിയാൽ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നേ. എത്ര ചോദിക്കുന്നേ? ഒരു 1.30 റേഞ്ചൊക്കെ ലാസ്റ്റ് പ്രൈസ് വരും. 1.30. കിലോമീറ്ററൊക്കെ ജെനുവിൻ ആയിരുന്നു. കിലോമീറ്റർ ആണത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലേക്കുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത്യാവശ്യം പുതിയ ആൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ അഖില പറയുന്ന പോലെ ഒരു ലാസ്റ്റ് പ്രൈസ് പുള്ളിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നോക്കി കണ്ടാണ് വില പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക. അത്യാവശ്യം വിലയിൽ വ്യത്യാസങ്ങൾ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല നല്ല വണ്ടികൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.